വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുത്തുമണികളെ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ്. അപ്പോൾ അതിക്ക് വേണ്ട എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വലിയ ജീരകം, കറാമ്പട്ട, പിന്നെ പൂവ്, ഏലക്കായ, ചെറിയൊരു കുഞ്ഞുള്ളി, നല്ല വലുതല്ല കുഞ്ഞത് ചെറുതാക്കി നല്ലത് എന്താ പറയുക കട്ടില്ലാതെ അരിഞ്ഞെടുത്ത് കേട്ടോ. അപ്പം ഞാനിതാ പാന് ഗ്യാസൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുൻപ് പാൻ ചൂടാവുന്ന മുൻപ് ഞാനിത് അരി എടുത്തിട്ടുണ്ട്. അരിൻ്റെ പേരൊന്നും അറിയില്ല, ചെറിയൊരു അരി. നിങ്ങൾ ഏതരി ആണെങ്കിലും ഏതായാലും കുഴപ്പമില്ല, നമ്മുടെ ഇഷ്ടമാണല്ലേ നമുക്ക് ഏതരി എന്നുള്ളത്. അപ്പോൾ ഞാനിതാ അരിൻ്റെ പേര് അറിയില്ല കേട്ടോ, വീണ്ടും പറയാണ്. അപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ പാന് ചൂടാവുന്നതിൻ്റെ നമ്മളിതൊക്കെ ഇടുന്നതിൻ്റെ മുൻപ് അരി കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുക കേട്ടോ. അതായത് ഒന്നും കൊണ്ടല്ല, നമ്മുടെ എല്ലാവരും നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ചിലപ്പം വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നവരുണ്ടായിരിക്കാം. ഒരു പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം, ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ച് വറ്റിക്കുകയാണെങ്കിൽ എന്താക്കണ്ട, ആദ്യം തന്നെ അങ്ങനെ കഴുകി വെക്കേണ്ട ആവശ്യമില്ല. കാരണം വെള്ളം തിളച്ചിട്ടൊക്കെ മതി നമ്മൾ കഴുകി വെക്കാൻ. അപ്പം ഞാനിത് കഴുകി മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ പാനിതാ നല്ല ചൂടായി, ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം, പിന്നെ ഉണ്ടായിരിക്കാം. ഞാൻ വെളിച്ചെണ്ണയിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓവർ വെളിച്ചെണ്ണ വേണ്ട, അത്യാവശ്യത്തിന് പാകത്തിന് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. വലിയ ജീരകം ഇതാ കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ, ഒരു ഇത്തിരി, ഒരുപാടൊന്നും വേണ്ട, ഒരു കുറച്ച് വലിയ ജീരകമൊക്കെ ഇട്ട് അതൊന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്, പൊട്ടി വരുന്ന ആ സമയത്ത് ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ അധികം ചൂടായിട്ടില്ല തോന്നുന്നു. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതാ ഇട്ട് കൊടുക്കട്ടെ. വലിയ ഉള്ളി, പിന്നെ അതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം. നല്ല മൂപ്പെന്നല്ല, കറുത്ത് പോകുന്നൊരു രീതിയിലാവണ്ട. നമ്മളെപ്പോഴും പറഞ്ഞ ഈ എന്താ പറയുക, വലിയ കുക്കിംഗ് വീഡിയോ ഒക്കെ കാണുമ്പോൾ പറയില്ല ബ്രൗൺ കളർ എന്നൊക്കെ, ഗോൾഡൻ കളർ എന്നൊക്കെ പറയും. അതേപോലെ ഒരു ഗോൾഡൻ കളറായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, തീയൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ചെറുതായിട്ട് ഗോൾഡൻ കളറായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി നമ്മുടെ എല്ലാ പട്ടാപ്പൂവ്, കറാമ്പൂവ് എല്ലാം അയക്കണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതും ഇതിൻ്റെ കൂടെ തന്നെ മൂപ്പിച്ചെടുക്കുക. നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ മൂത്തിങ്ങനെ പട്ടയും പൂവൊക്കെ ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടും. അപ്പം അതിൻ്റെ ശേഷം വേണം നമുക്ക് ബാക്കി റൈസൊക്കെ ഇടാൻ. അപ്പോൾ കറിവേപ്പില ഇടുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും നെയ്ച്ചോറിൽ കറിവേപ്പില ഇടാറുണ്ടോ? ഇടാറില്ലാണ്ട് കമൻറ്റ് ഇട്ടോളി, ഇടാറുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളി. അപ്പം നിങ്ങൾ ഇടാത്തവരിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി വെച്ചിരുന്ന അരി ഉണ്ടല്ലോ, നല്ല വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ വലിയ ഉള്ളിയും എല്ലാം കൂടെ ഇട്ടല്ലോ ഇതിലേക്ക് നമ്മൾ വറുത്തെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിക്കോളി കേട്ടോ. നമ്മൾ പ്രവാസികളൊക്കെ കൂടുതലും എന്താ പറയുക, വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ നെയ്ച്ചോറ്, ബിരിയാണി ഇതൊക്കെ അല്ലേ. ഞാനിപ്പോൾ അടുത്തൊരു കറി വെക്കുന്ന വീഡിയോ ഇട്ടപ്പം എനിക്ക് കമൻറ്റ് വന്നിരുന്നു, ആൾ പ്രവാസിയാണ്. അപ്പോൾ സിമ്പിളായിട്ടൊക്കെയുള്ള റെസിപ്പിയൊക്കെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഉണ്ടാക്കാനെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ പ്രവാസികളായിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബ്രദേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കോളി. വെറൈറ്റി ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും, നമ്മുടെ പ്രവാസികൾക്ക് മാത്രമല്ല എല്ലാവർക്കും, ഇന്നെപ്പോലെയുള്ള സ്ത്രീകൾ, ഉമ്മമാർ, വീട്ടമ്മമാർ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒക്കെ ട്രൈ ചെയ്ത് നോക്കിക്കോളി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കഥ പറഞ്ഞപ്പോൾ ഇതൊക്കെ പറയാൻ വിട്ടുപോയി. നമ്മുടെ അരി ഒന്ന് മൂത്ത് വന്നപ്പോൾ വറുത്ത് അത് ഏകദേശം ഒരു മൂപ്പായതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, പച്ചവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പച്ചവെള്ളം, ചൂടുള്ള വെള്ളം തിളപ്പിച്ചിട്ട് അതായത് റൈസ് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ വെച്ച് വറ്റിക്കാൻ എടുക്കുന്ന അതേ സെയിം തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞുതരാം, നമ്മൾ സെയിം വെച്ച് വറ്റിക്കുന്ന അതേ സെയിം അളവിൽ തന്നെ വെള്ളം എടുക്കണം കേട്ടോ. വെള്ളം ഞാൻ ആ ഒരു പാത്രം അരി എടുത്തതിൻ്റെ അതേ സെയിം 2 പാത്രം വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒഴിച്ചത് ചൂടുവെള്ളമല്ല, പച്ചവെള്ളം തന്നെയായിരുന്നു കേട്ടോ. അത് ഒഴിച്ചു, അടച്ച് വെച്ച് ഒന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. തിളച്ച് വന്നിട്ടുണ്ട്, നമ്മുടെ റൈസ് ഇത് അങ്ങനെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നല്ലൊരു സ്മെല്ല് വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നെയ്ച്ചോറ് സെറ്റായിക്കണം മക്കളെ. നല്ല അടിപൊളിയായിട്ട്
എനിക്ക് കിട്ടിയിട്ടുണ്ട്. വറുത്ത് വെച്ചാൽ ഇതാട്ടോ ഗുണം, ഒന്നിമേലൊട്ടാണ്ട് നല്ല അടിപൊളിയായിട്ട് നെയ്ച്ചോറ് കിട്ടും. പിന്നെ നല്ല ടേസ്റ്റാണ്, കറിവേപ്പിലേൻ്റെ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റൊക്കെ നല്ലതായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഞാനിതാ ചെറിയൊരു പാന് വെച്ചിട്ട്, ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു ഉള്ളി, അതും ചെറിയ ഉള്ളിയാണ്, ഉള്ളി കാണിക്കാൻ ഞാൻ വിട്ടുപോയി, അത് വറുത്ത് എന്താ പറയുക പൊരിച്ചെടുക്കണം. പൊരിച്ചിട്ട് ഞാൻ ഇതിലേക്ക്, ചിലരിപ്പോൾ പറയും ബിരിയാണിയിലല്ല ഇങ്ങനെ ഇടുകയെന്ന്, പക്ഷേ നെയ്ച്ചോറിലിട്ടിട്ട് നിങ്ങളൊന്ന് അതൊന്ന് കുഴച്ച് എന്താ പറയുക അടിച്ച് നോക്കി മക്കളെ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് വറുത്തിട്ട് ഉണ്ടാക്കി നെയ്ച്ചോറൊന്ന് കഴിച്ച് നോക്കി, എന്നിട്ട് നിങ്ങൾ നമുക്ക് കമൻറ്റ് ഇടണം കേട്ടോ. ഉണ്ടാക്കിയതിൻ്റെ ശേഷം കഴിച്ചതിൻ്റെ ശേഷം കമൻ്റായിട്ട് വരണം. അപ്പോൾ ഉണ്ടാക്കാത്തവരും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻ്റ് ഇടണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം. പിന്നെ തുടർന്ന് ഇനി പുതിയ പുതിയ റെസിപ്പിയുമായിട്ടൊക്കെ എനിക്കറിയുന്നതൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ നമ്മുടെ എന്താ പറയുക വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, ബൈ.